കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്ന ഒരു ദിവസം കൂടെ ദൈവം ദാനമായി നൽകിയല്ലോ. അവിടുത്തെ ദൈവവിശ്വസ്തതയും ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പുരാതനായ ദൈവം നമ്മുടെ സങ്കേതമാണ്. കീഴശാശ്വതങ്ങളാൽ അവിടെ നമ്മളെ വഹിക്കുന്ന എല്ലാ ദയയ്ക്കും അവിടുത്തെ എല്ലാ കരുണയ്ക്കും കരുതലിനുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പർവ്വതങ്ങൾ മാറിപ്പോകട്ടെ, കുന്നുകൾ നീങ്ങിപ്പോകട്ടെ, എൻ്റെ ദൈവത്തിൻ്റെ ദയ ഒരു കാരണവശാലും നമ്മൾ മാറിപ്പോകയില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്കിടയാവണം. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ കർത്താവ്, വാക്കിൽ വിശ്വസ്തൻ, പ്രവൃത്തിയിൽ ഭയങ്കരനായവൻ നമ്മോട് കൂടെ ഉണ്ടാകും. ധൈര്യത്തോടെ എഴുന്നേൽക്കാൻ നമ്മൾ തയ്യാറാവണം. അറച്ചു നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ഉവ്വ് എന്നായിരിക്കാൻ നമുക്ക് നന്ദി പറഞ്ഞ് ദൈവം ഭാഗ്യം അടുത്തെല്ലാം. ഇന്നും വീര്യം പ്രവർത്തിക്കുന്ന കർത്താവ്, ഇന്നും എഴുന്നേറ്റ് വരുന്നവൻ, ഇന്നും അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, കുറുകിപ്പോകാത്ത കരം, മന്ദമാകാത്ത ചെവി എൻ്റെ ദൈവത്തിനുണ്ട്. എത്ര വിശ്വസിക്കും? സാഹചര്യങ്ങളെ നോക്കി നിങ്ങളാരും ഭയപ്പെടരുത്. പരിമിതിയില്ലാത്തൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. സ്തോത്രം. എത്രയോ തവണ തകർന്ന തരിപ്പണമായ സമയത്തും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞ് അടുത്ത് വന്നൊരു ദൈവത്തെയല്ലേ നമ്മൾ സേവിക്കുന്നത്. പലപ്പോഴും ഭയമകത്തു വന്ന് എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് ചിന്തിച്ച ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ ഭയത്തെയും വ്യാകുലതകളെയും മാറ്റിയ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. സ്തോത്രം. അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ കർത്താവാണ്. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിക്കാതെ പറഞ്ഞാൽ അതുവരെ കാണാത്തവയെക്കുറിച്ച്, നടക്കാൻ സാധ്യതയില്ലാത്തവയെക്കുറിച്ച് നോഹ വിശ്വസിച്ചു. മഴ പെയ്യും എന്ന് ദൈവം പറഞ്ഞപ്പോൾ, പെട്ടകം തീർക്കണമെന്ന് പറഞ്ഞപ്പോൾ അതുവരെ മഴ ഭൂമിയിൽ പെയ്തിട്ടില്ല. പക്ഷേ ദൈവത്തിൻ്റെ വാക്കുകൾ അത്ര ശ്രേഷ്ഠകരമായി ഏറ്റെടുത്ത് തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി പെട്ടകം തീർത്തെങ്കിൽ, അങ്ങനെയുള്ളവരെ ലജ്ജിപ്പിച്ച ഒരു ദൈവമല്ല, വാക്ക് പറഞ്ഞവൻ അതുപോലെ ചെയ്തു. അബ്രഹാം നോക്കൂ, ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ വിശ്വസിക്കുകയാണ്. സാധ്യതകളെല്ലാം എതിരാണ്, സാഹചര്യങ്ങളെതിരാണ്. മുൻപോട്ട് പോകാൻ യാതൊരു ഹോപ്പുമില്ലാതിരിക്കുമ്പോൾ, ശരീരം നിർജ്ജീവമാണ്, ഡെഡായിപ്പോയി. പക്ഷേ ജീവനുള്ള ദൈവം, ജീവിപ്പിക്കുന്ന ദൈവം, വിളിച്ചു വരുത്തുന്ന, തിരഞ്ഞെടുത്ത ദൈവം, തന്നെ പുറപ്പെടുവിച്ച ദൈവം ഇന്നും വാക്കിൽ വിശ്വസ്തനാണ് എന്ന ആശയ്ക്ക് വിരോധമായി തൻ്റെ ശരീരത്തെ നോക്കി താൻ വിശ്വസിച്ചു കേട്ടോ. ഇന്ന് പകൽ ഡെഡായി നിങ്ങളുടെ വിഷയങ്ങളെ നോക്കി ശക്തമായി വിശ്വസിക്കാൻ തയ്യാറാകുക. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ദൈവപ്രവൃത്തി ഇന്നും പ്രിയരെ തീർന്നു പോയിട്ടില്ല. ഹല്ലേലൂയ. തുടക്കത്തിൽ പറഞ്ഞ പോലെ അവിടുത്തെ കരം കുറുതായി പോയിട്ടില്ല, ചെവി മന്ദമായി പോയിട്ടില്ല. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. കടന്നു വിശ്വസിക്കണം. എൻ്റെ കർത്താവ് വാക്ക് പറഞ്ഞാൽ അത് മാറത്തില്ലെന്നും, അവിടുത്തെ പ്രവൃത്തി അത്യുത്തമമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവണം. സ്തോത്രം. അങ്ങനെയുള്ള വിശ്വാസം ഭയങ്കര ദൈവപ്രവൃത്തിയെ വിളിച്ചു വരുത്തും. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞ സമയത്ത് ആ വാക്കിൻ്റെ പ്രസക്തി അറിയാവുന്ന മനുഷ്യനാണ് പറഞ്ഞത്, അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ മതി. പക്ഷേ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു വരാൻ, ദൈവപ്രവൃത്തിയുടെ ആഴം വെളിപ്പെട്ടു വരാൻ
ഉണങ്ങിയ നിലത്തൂടെ നടത്തുന്ന, ഉണങ്ങുന്ന ഒരു സ്ഥലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ള ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. എപ്പോഴും ഓർക്കുക, നമ്മുടെ കർത്താവിൻ്റെ പ്രവൃത്തി ഇന്നും ഉണ്ട്. ഉണങ്ങിയ നിലത്തൂടെ തൻ്റെ ജനത്തെ നടത്തിയൊരു ദൈവം അല്ലേ. പക്ഷേ അതിനു മുമ്പ് നോക്കൂ, അവിടെ ഉണങ്ങിയ പ്രതലമല്ലായിരുന്നു, ഇരമ്പി മറിയുന്ന ചെങ്കടലാണ്. പക്ഷേ ദൈവം ഒരു വാക്ക് പറയുക, നിങ്ങൾ മുമ്പോട്ട് പോകും. ഒന്നും കാണുന്നില്ല, കരകവിഞ്ഞൊഴുകുകയാണ് യോർദാൻ. പക്ഷേ യോശുവ പറഞ്ഞു, മുമ്പോട്ട് പോകണം, ചവിട്ടണം പുരോഹിതന്മാർ. അവിടെയും ഉണങ്ങിയ നിലം വെളിപ്പെട്ട് വന്നെങ്കിൽ ഇന്ന് പകൽ അതാണ് ആശയ്ക്ക് വിരോധമായ ദൈവത്തിൻ്റെ വചനത്തിന് പ്രസക്തി. ഇന്ന് പകൽ വെളിപ്പെടുക യേശുവിൻ്റെ നാമത്തിൽ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം നമുക്കറിവുള്ളതാണല്ലോ. പിന്നെ അബ്രഹാം ബാല്യക്കാരുടെ അടുക്കൽ മടങ്ങി വന്നു. അവർ ഒന്നിച്ച് പുറപ്പെട്ട ബേർഷേബയിലേക്ക് മടങ്ങിപ്പോന്നു. അബ്രഹാം ബേർഷേബയിൽ താമസിച്ചു. പിന്നെ അബ്രഹാം ബാല്യക്കാരുടെ അടുക്കൽ മടങ്ങി വന്നു. കാരണം ബാല്യക്കാരുടെ അടുക്കിൽ നിന്ന് പോകുന്ന സമയത്ത് അതിൻ്റെ 5-ാം വാക്യം നോക്കൂ. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ നിൽപ്പീൻ, ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് അബ്രഹാം നടത്തിയത്. ഞാനും ബാലനും. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനെ തന്നെ. എല്ലാവരോടും ദൈവം അത് പറഞ്ഞില്ല, കാരണം ദൈവത്തിന് അബ്രഹാമിനെ അറിയാം, പറഞ്ഞാൽ കേൾക്കുന്നതാണെന്നും ചോദ്യം ചെയ്യാതെ ദൈവത്തിൻ്റെ വാക്കുകൾ ഏറ്റെടുത്ത് മുൻപോട്ട് പോകുന്ന ഭക്തന അബ്രഹാമെന്ന് ദൈവത്തിനറിയാം. പ്രൈസ് ദ ലോർഡ്. അബ്രഹാമിന് ദൈവത്തെയും അറിയാം. അവിടുന്ന് എന്നോട് പറഞ്ഞതിൻ്റെ പിന്നിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകും എന്ന് അബ്രഹാമിനറിയാം. ഈ ചാരത്തിൽ നിന്ന് അനേക സന്തതികളെ ഉത്ഭവിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. എൻ്റെ മകൻ ചാരമായി പോയാൽ പോലും അതിൽ നിന്ന് പ്രൈസ് ഗാഡ്. അതാണ് അബ്രഹാമിൻ്റെ വിശ്വാസം. താൻ സ്റ്റെപ്പ് എടുത്തു, മുൻപോട്ട് പോയി. ബാല്യക്കാരോട് പറയുകയാണ്, നിങ്ങളിവിടെ നിൽപ്പീൻ, ഞാനും മകനുമായി അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാം. ഒരു വലിയ ദൃഢനിശ്ചയമാണ്. ഞങ്ങൾ മടങ്ങി വരും. ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുത്ത്, ദൈവത്തെ അനുസരിച്ച് ഞങ്ങൾ വെറും കൈയോടെ മടങ്ങി വരില്ല. കാണേണ്ടത് കണ്ട്, വെളിപ്പെടേണ്ടത് വെളിപ്പെട്ട്. ബാലനുമായി തന്നെ അബ്രഹാം തിരിച്ചു വന്നു. സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അതേറ്റെടുക്കാനും അതനുസരിച്ച് മൂവ് ചെയ്യാനും തയ്യാറാകുമെങ്കിൽ നീ പോലും ചിന്തിക്കാത്ത ചില ദൈവിക കരുതലുകളായി മടക്കിക്കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ക്ലേശിക്കപ്പെട്ട് മോറിയ ദേശത്തെ മല ചവിട്ടിക്കയറുമ്പോഴും, അബ്രഹാമേ, നിന്നോട് വാക്ക് പറഞ്ഞവൻ സർവശക്തനാണ്. അബ്രഹാമേ, നിന്നോട് വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ്. അബ്രഹാമേ, നിന്നോട് വാക്ക് പറഞ്ഞവൻ നിന്നെ വിളിച്ചിറക്കിയിട്ട് പകുതി വഴിയിൽ ഇട്ടേച്ചു പോയവനല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ബാല്യക്കാർ അവിടെ നോക്കി നിൽക്കുകയാണ്. ബാല്യക്കാരുടെ ചിന്താഗതിയും ഞാൻ ചിന്തിക്കുന്നു. അബ്രഹാമിൻ്റെ യാഗമൃഗമില്ല. ആക്ച്വലി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ബാല്യക്കാരുടെ ഉള്ളിലും ചിന്തകൾ വന്നു കാണും. പക്ഷേ ഇവിടെ പറയുന്നു, ആ കുറിവാക്യം വളരെ 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 ചിന്തനീയമാണ് സഹോദരങ്ങളെ. പിന്നെ അബ്രഹാം ബാല്യക്കാരുടെ അടുക്കൽ മടങ്ങി വന്നു. ദൈവശബ്ദം കേട്ടിട്ട് യാഗം കഴിച്ച അബ്രഹാം, നോക്കൂ, അവിടെ എഴുതിയിരിക്കുന്നു, നീ ഇക്കാര്യം ചെയ്തതുകൊണ്ട് നിൻ്റെ ഏകജാതനെ തരാൻ മടിക്കായകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിൻ്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങൾ കൈവശമാക്കും.
നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട്. നോക്കൂ, നിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഞാൻ എന്നെക്കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു എന്ന യഹോവയുടെ അരുളപ്പാട്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് വേണ്ടി ഒരു ചെറു വിരൽ അവിടുത്തെ വചനത്തിന് വേണ്ടി, അവിടുത്തെ അരുളപ്പാടുകൾക്ക് വേണ്ടി എടുക്കാൻ തയ്യാറാകുമെങ്കിൽ ഐശ്വര്യമായി അനുഗ്രഹിക്കുക മാത്രമല്ല, നീ പോലും കാണാത്ത ഇടത്ത് ചില കരുതലുകൾ നിനക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തി നിൻ്റെ വിഷയത്തിന് ചെയ്യേണ്ടതുപോലെ ചെയ്യാൻ ദൈവത്തിൻ്റെ ചില പദ്ധതികൾ ഇതാ വെളിപ്പെട്ട് വരികയാണ്. നീ വിശ്വാസത്തോടെ മൂവ് ചെയ്യണം, ദൈവശബ്ദം അംഗീകരിക്കണം, അത് ഏറ്റെടുക്കണം. സാഹചര്യമായി തട്ടിച്ചു നോക്കരുത്. ദൈവം പറഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു പർപ്പസുണ്ട്. നോക്കൂ, തിരിച്ചു വന്നത് എങ്ങനെയാണ്? ബാലനുമായിട്ട് തന്നെ തിരിച്ചു വന്നു. നോക്കൂ, പിന്നെ അബ്രഹാം ബാല്യക്കാരുടെ അടുക്കൽ മടങ്ങി വന്നു, ഇസ്ഹാക്കുമായിട്ട് മടങ്ങി വന്നു. അവരെല്ലാം ഒരുമിച്ച് ബർഷെബയിലേക്ക് നടന്നു. ഈ പകൽ ഒരുമിച്ച് നടക്കത്തക്ക രീതിയിൽ, ഒരുമിച്ച് ചിന്തിക്കത്തക്ക രീതിയിൽ, ഒരുമിച്ച് മൂവ് ചെയ്യത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ചില പ്രവർത്തികൾ നിൻ്റെ കുടുംബത്തിനകത്ത് വരിക. കുടുംബം ഒരുമിച്ച് ചിന്തിക്കാൻ, ഐക്യതയോടെ നിൽക്കാൻ, ദൈവപ്രവൃത്തി കണ്ട് മൂവ് ചെയ്യാൻ, ദൈവാത്മാവിൻ്റെ ഇടപെടിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് കാണാൻ ദൈവം നിങ്ങളെ സഹായിക്കുന്ന പകൽക്കാലമാണ്. എത്ര പേർ വിശ്വസിക്കാം? എത്ര പേർ വിശ്വസിച്ച് ഈ ദൂത് ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്? അവരൊരുമിച്ച് മടങ്ങി വന്നു. കുടുംബമായി ഒരുമിച്ച് നടക്കാൻ, ചിന്നിയ പോയ ചില വിഷയങ്ങൾ, ചിതറി നിൽക്കുന്ന ചില വിഷയങ്ങൾ, അകന്നു നിൽക്കുന്ന ചില വിഷയങ്ങൾ ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, ഉടമ്പടിയിലേക്ക് മടങ്ങി വരാൻ, ബർഷെബ ഉടമ്പടിയിലേക്ക് മടങ്ങി വരാൻ ദൈവം ഈ ദിവസങ്ങൾ ചിലതിനെ ഉപയോഗിക്കാൻ പോകും. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഉണങ്ങിയ നിലത്തൂടെ തൻ്റെ ജനത്തെ നടത്തിയ ദൈവം, നിർജ്ജീവമായിടത്തു നിന്ന് ജീവൻ വെപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന ദൈവം, ബാല്യക്കാരോട് പറഞ്ഞതുപോലെ ഇസഹാക്കുമായി മടങ്ങി വന്നതുപോലെ ഒരു മടങ്ങി വരവിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ വാഗ്ദത്തവുമായി വീണ്ടും മടങ്ങി വരുവാൻ, വീണ്ടും നിൽക്കുവാൻ, ദേശത്ത് സാക്ഷ്യം പറയുവാൻ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുവാൻ അവിടുത്തെ ആത്മാവ് നൽകുന്ന വലിയ വിടുതലുകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ വാക്കിന് ഞങ്ങൾ വലയിറക്കുമ്പോൾ ശ്രേഷ്ഠകരമായ പാന്താവുകൾ ഇന്ന് പകലും ഞങ്ങൾക്ക് വേണ്ടി ദൈവം വെട്ടി തുറന്നിരിക്കയാൽ സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും അവിടുത്തെ പാദപീഠത്തെങ്കിൽ മാത്രം അർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ബാല്യക്കാരോട് പറഞ്ഞതുപോലെ അബ്രഹാം ഇസാഖുമായി ഒരുമിച്ച് നടന്നു വരികയാണ്, എത്തേണ്ട അടുത്ത് എത്തുകയാണ്. ഈ വചനങ്ങൾ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.